ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മുന്നൂസ് ചാനൽ. നമ്മളിന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാഹ്, ഞങ്ങൾക്കും സുഖമാണ്. കുറേ ദിവസമായി മക്കളെ വീഡിയോസ് ഇട്ടിട്ട് ഓരോ തിരക്കും ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉമ്മാർക്കും പാപ്പാർക്കും ഒക്കെ വേണ്ടിയിട്ട് ഞാൻ തന്നെ മണ്ടണല്ലോ. ഏതായാലും കുറച്ച് ദിവസം ഉണ്ടാകുക തിരക്കോട് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് സ്ഥിരമായിട്ട് വീഡിയോ ഇടാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആണുങ്ങൾ നാട്ടിലില്ലെങ്കിൽ എല്ലാ ഉത്തരവാദിത്വവും പെണ്ണുങ്ങളെ തലയിലായിക്കൂല. അപ്പോൾ പെണ്ണുങ്ങൾ നെട്ടോട്ട് ഓടണമല്ലോ. ആണുങ്ങൾ നാട്ടിലില്ലാത്ത പെണ്ണുങ്ങൾക്ക് അറിയാമല്ലോ, പറഞ്ഞതിൻ്റെ ആവശ്യമില്ല. അങ്ങനത്തെ ഒരു നെട്ടോട്ടത്തിലാണ് ഞാൻ. പിന്നെ അപ്പം ചൂടാണ്ടിട്ട് അതിന് വേണ്ടിയിട്ട് ഇതാ ശർക്കര കനിക്കാൻ അടുപ്പത്ത് വെച്ചാണ്. ഇതിലില്ലാത്ത സാധനമില്ല കേട്ടോ മക്കളെ. ഉണക്കിയിട്ട് നിന്നിട്ട് ശർക്കര ആയിരുന്നു അടുപ്പത്ത് വെക്കാനോ വെച്ചും പോയി വേറെ ശർക്കരയാണ് കൈ ഇല്ലാണ്ടും ആയി പോയി. ഇത് അരച്ച് വെക്കുന്നതില്ലാത്ത പൊടിയും കാടില്ല. പക്ഷേ ജീവികളൊന്നുമില്ല കേട്ടോ. അതിനെക്കൊണ്ടൊരു സമാധാനം. എന്തോ കരിമ്പിലതുണ്ടോ തോടോ എന്തെന്നാ പറയണ്ടേ, എനിക്ക് ഓർമ്മയില്ല. അതല്ല അരച്ചരച്ച് ഞാനതിൽ അപ്പം ചുട്ടെടുത്തിക്കുന്നു കേട്ടോ. അതിനോണ്ട് അങ്ങനെ ഞാൻ അരി മില്ലിൽ നിന്ന് പൊടിപ്പിച്ചന്ന് വറുക്കുന്നതിന് മുമ്പ് കുറച്ച് പൊടി വാങ്ങിക്കൊണ്ടുവന്നത് കേട്ടോ. 2 കിലോ ഒരു പൊടി ഞാൻ എടുത്തുകൊണ്ടുവന്നു. ഇതിലൊക്കെ ആവശ്യമുള്ള ശർക്കര ഒരുക്കിങ്ങാനും ചെറിയ ജീരകം ഇലക്കായി അതും പൊടിച്ചിട്ട് പിന്നെ കുറച്ച് പായോ നല്ലോണം പായിട്ട് കിട്ടും, മൈസൂർ പായോ, പിന്നെ കുറച്ച് ചോറ്, കുറച്ച് മൈദ, ഇതെല്ലാം കൂടി നല്ലോണം ഇളക്കി കൂട്ടി കുറച്ചവിടെ വെച്ച് 2 മണിക്കൂറൊക്കെ മാറ്റി വെച്ചേക്കുക. അതിന് ശേഷം ചൂടുകയാണ് കേട്ടോ. ചിലപ്പോൾ ഉണ്ണിയപ്പം ചുട്ടിക്കാണെങ്കിൽ പൊട്ടിങ്ങാനായേ മൊയൊക്കെ ആയിട്ട് വരലുണ്ട്. ചിലപ്പോൾ നന്നായി കിട്ടണം കേട്ടോ. ഒന്നേത്തെ ഒറ്റൊന്നും പൊട്ടിയില്ല, നല്ല സോഫ്റ്റായ നല്ല അടിപൊളി ഉണ്ണിയപ്പമായി കിട്ടിക്കുന്നു. തീ കൂട്ടി അടുപ്പത്ത് ഉണ്ടാക്കണമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. ഇനിമേ കുറച്ച് അപ്പല്ലേ ചുടാനുള്ളത്, ഗ്യാസമ്മ തന്നെ വെക്കട്ടെ വിചാരിച്ചു. ഈ ഗ്യാസമ്മലാണെങ്കിൽ ചട്ടിയിട്ട് നിൽക്കുകയില്ലേ, കുറേ മുയകൾ ഉണ്ടാകില്ല തായോട്ട്. ഉണ്ണിൻ്റെ മുയൊക്കെ തായോട്ടല്ല ഉണ്ടാകുക. അത് ഗ്യാസിൻ്റെ സാധനത്തുമ്പോൾ കൂടി 4 കാലുണ്ടാവില്ലേ, നമ്മളിങ്ങനെ തട്ടിയിട്ട് പിന്നെ ലെവലിൽ നിൽക്കുകയില്ല. അങ്ങനെ എല്ലാം കൂടി മറ്റേ അടുപ്പിൻ്റെ സാധനം ഉണ്ടല്ലോ, നമ്മൾ ചട്ടിയൊക്കെ വെക്കുന്ന സ്റ്റാൻഡ്, അതെടുത്ത് ഇങ്ങനെ മരത്തി ഇങ്ങനെ ഈ അടുപ്പുമ്മലേക്ക് വെച്ച് കൊടുത്താട്ടോ. അപ്പോൾ ലെവലിലാണ് നിൽക്കുകയും ചെയ്ത്. ഒന്ന് സാധാരണ വെക്കുമ്പോൾ തന്നെ നമ്മൾ വെക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ എന്തെന്നാ മറ്റേ എടുത്തിങ്ങാനും മരത്തിയും വെക്കുക. എന്നാൽ പിന്നെ നല്ലോണം അവിടെ നിൽക്കില്ല, അടിങ്ങി ഒതുങ്ങി നിൽക്കും. മറ്റേ ഓടി ചാടി കളിക്കും ചട്ടി, നമുക്ക് പിടിക്കാനാലും എണ്ണ അല്ലേ തുകയും ചെയ്യും. ചെരിഞ്ഞിക്കാണെങ്കിൽ അത് പേടിയാണ് എണ്ണോട് കളിക്കുമ്പോൾ. അത് കണ്ടില്ല എങ്ങനെ കേട്ടോ വെച്ച് ഒന്ന് മരത്തിയാണ് വെച്ചത്, ഒന്ന് സാധാരണ വെക്കും പോലെ. എണ്ണ നല്ല കേട്ടോ, ചൂടുള്ള സാധനം എന്തും മേലായ പൊള്ളിക്കണം, വേദന സഹിക്കാനാവില്ല മക്കളായിട്ട്, മാറുകയില്ല. എന്തോ ഒരു പേടിയാണ്. പിന്നെ കാലക്കേനൊക്കെ ആയെങ്കിലല്ല നല്ല കാവൽ എല്ലാവർക്കും ഉണ്ടാട്ടെ, അത് ഉണക്കി ഉണ്ടാട്ടെ. ഈ കറുത്ത ശർക്കര കൊണ്ട് നമ്മൾ ഉണ്ണിയപ്പവും നെയ്യപ്പം ഒക്കെ ചുടുമ്പോൾ വേഗം കറുത്തോണ്ട് നിൽക്കും കേട്ടോ, വെന്തിട്ടിട്ടുണ്ടാകുകയില്ല. ഇതിനാണെങ്കിൽ കളറ് വേഗം മാറുകയും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അധികം എണ്ണയിലിട്ട് വെച്ചേക്കാൻ തോന്നില്ല, വേഗം എടുക്കണമെന്ന് വിചാരിക്കും. അങ്ങനെ എന്ത് തോന്നുമല്ല കരഞ്ഞോ അല്ല നമ്മൾ വേഗം എടുക്കുകയും ചെയ്യും. ഉള്ളാണെങ്കിൽ വെന്തിട്ടും ഉണ്ടാവില്ല ചിലപ്പോൾ. ഇതങ്ങനെ ഒന്നല്ല കേട്ടോ, ഇതാ വേവിച്ചാണ് എടുത്തത്. പിന്നെ ശ്രദ്ധിച്ച് തെയ്യൊക്കെ കൂട്ടിയും കുറച്ചോ കൊടുത്തെങ്ങാനും ഇതാണ് വേവിച്ചാണ് എടുത്തേക്കുന്നത്. ഇനി മേലാൽ ഉണ്ണിയപ്പം ചുടാൻ ഈ കറുത്ത ശർക്കര ഞാൻ വാങ്ങൂല. കിണ്ണത്തപ്പത്തിനാണ് ഫസ്റ്റാണ് കേട്ടോ കറുത്ത ശർക്കര. അപ്പം നല്ല കറുത്തുണ്ടാക്കും. ടേസ്റ്റിൻ്റെ വ്യത്യാസമല്ല കേട്ടോ ഞാനും പറയുന്നത്, കളറ് കണ്ടിട്ടാണ്. കിണ്ണത്തപ്പവും നെയ്യപ്പവും ഉണ്ണിയപ്പം ഒക്കെ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ കളറിൻ്റെ വ്യത്യാസം ഉണ്ടാകുമല്ലോ. ഉണ്ണിയപ്പാണെങ്കിൽ അധികം കറുത്ത് വയ്ക്കാൻ നമുക്ക് കരഞ്ഞോണ്ട് തോന്നും. കിണ്ണത്തപ്പാകുമ്പോൾ അധികം കറുത്ത് നല്ല കാണാനൊരു ഭംഗിയാണ്. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. നെയ്യപ്പം ഉണ്ണിയപ്പം ഒരു ഓണാണല്ലോ. അങ്ങനെയാണെങ്കിൽ വെളുത്ത ശർക്കരയോട് ചുട്ടാൽ ഭാഗം ഉണ്ടാകുകയില്ല കാണാൻ. അതിൽ എടുത്തര ശർക്കര വാങ്ങിയിട്ട് വേണം ചുടുക. അങ്ങനത്തൊക്കെ നമ്മൾ അപ്പമൊക്കെ റെഡി ആക്കുന്നത്. 2 കിലോ പൊടിയിൽ തികച്ചൊന്നും ഞാൻ എടുത്തിയില്ല, കുറച്ച് ബാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് മൈദ ഇട്ടിക്കുന്നത്, കുറച്ച് ചോറ്, അതൊക്കെ കുറച്ചേ ഇട്ടിട്ടോ, കൂടുതലൊന്നും ഇട്ടിയില്ല. പഴം ഇട്ടിക്കുന്നത്. 100 ഉണ്ണിയപ്പം കിട്ടിക്കിട്ട്. 2 കിലോ പൊടി ഇട്ടില്ലാനും 100 ഉണ്ണിയപ്പം കിട്ടിയും ചെയ്തത്. അത്യാവശ്യം വലുപ്പമുള്ള ഉണ്ണിയപ്പമാണ്, ചെറിയ ഉണ്ണിയപ്പമല്ല. ഇനി ഇത് വായൻ്റെയിലൊക്കെ പൊതിഞ്ഞ് കൊടുത്തേക്കട്ടെ. ഇതൊക്കെ മക്കളെ ഞാൻ അൾമാറി വെച്ചപ്പോൾ എല്ലാം കൂടി എടുത്ത് ഇങ്ങനെ കെട്ടി വെച്ചതാണ് കേട്ടോ. വെയിലിറക്കുമ്പോൾ തിരുമ്പാലോ എന്ന് വെച്ചിട്ട് വെളുത്ത ഡ്രസ്സുകളാണ്. ഇവിടിപ്പം വെയിലിറക്കുന്നത് കണ്ട് ഞാൻ തിരുമ്പാൻ വേണ്ടി എടുത്താട്ടോ. അത് വാഷിംഗ് മെഷീൻ ഇട്ടൊന്ന് കറക്കി എടുത്താൽ മതി, ചേറും പൊടിയൊന്നുമില്ല. കല്ലുമ്പോൾ തച്ചിരുമ്പി ഇറങ്ങാറാകിയൊന്നും വേണ്ട. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് ഇങ്ങനെ വെളുത്ത തന്നെ ഞാൻ വാഷിംഗ് മെഷീൻ ഇടാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെക്കുകയാണ്. കൂറ എനിക്കൊണ്ട് തിരുമ്പാണ്ട് എടുത്തേക്ക് നമുക്ക് തോന്നില്ലല്ലോ, അതാണ് തിരുമ്പാൻ എടുത്ത കാരണം തന്നെ. അൾമാരിലൊക്കെ കൂറൻ കണ്ടതിനെ കൊണ്ട്. മെഷീനിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്, കുറച്ച് ലിക്വിഡ് ഒഴിച്ചൊന്ന് കറക്കി എടുക്കുക. എന്നിട്ടാണ് തുണി ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ മക്കളൊരു കാര്യം ഞാൻ പറഞ്ഞു, നമുക്ക് വാഷിംഗ് മെഷീൻ തിരുമ്പാനുള്ളൊരു മടി എന്ന് പറഞ്ഞൊക്കെയാണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് തിരുമ്പി കഴിഞ്ഞതിന് ശേഷം ഉണക്കാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങോട്ട് എടുത്തിടുമ്പോൾ എല്ലാം കൂടി ചൊറിഞ്ഞ് കിടക്കൂല. നമ്മൾ പിടിച്ച് വെച്ചാൽ അധ്വാനല്ലേ നമുക്ക് എടുത്തിട്ട്. എനിക്കുണ്ടായിരുന്നു കേട്ടോ, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക് മെഷീനാണെങ്കിൽ പിന്നെ ഒക്കെ അങ്ങ് ചെയ്തോളൂ. നമ്മൾ സാധാ മെഷീനല്ലേ, അപ്പോൾ നമ്മളെല്ലാം കൂടി അട്ടും ഇങ്ങോട്ടും ചെയ്ത് കൊടുക്കണമല്ലോ. വെള്ളം ആവശ്യത്തിനുള്ള എടുക്കണോ, ആവശ്യത്തിനുള്ള ഒഴിവാക്കണോ, ആവശ്യം കഴിഞ്ഞാൽ ഒഴിവാക്കണം, പിന്നെ ഉണക്കാൻ നമ്മൾ ഇട്ട് കൊടുക്കണം. ഓട്ടോമാറ്റിക് ആകുമ്പോൾ പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഈ മെഷീൻ നമ്മൾ തിരുമ്പുകയാണെങ്കിൽ കൂടി ചൊറിഞ്ഞ് കണ്ടെക്കാൻ നമ്മളിങ്ങനെ തുണി ഇടുന്ന കൂട്ടത്തിൽ തുണി ഇങ്ങനെ എടുത്തിട്ടിങ്ങനെ
പിന്നെ അത് ഇടുമ്പോൾ നമ്മൾ രണ്ടാൽമണ്ടിൻ്റെ മൂന്നാൽമണ്ടിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ നല്ല കവർ എടുത്ത് ഞാൻ ഈ തിരുമ്പുന്ന കൂട്ടത്തിൽ ഇട്ട് കൊടുത്താൽ മതി. അത് ഇങ്ങനെ കറങ്ങി അത് കേടിരുന്നില്ല. പ്ലാസ്റ്റിക് നമ്മളെ തുണിയും കുപ്പായത്തില്ല എന്തോ ആയി പോകുമെന്ന് പേടിക്കാനൊന്നുമില്ല. നല്ല പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഇടണം. മീമായി കൊണ്ടുവന്ന കവറും നീരിട്ടേക്കാണെങ്കിൽ മീമാണ് മാറിയില്ല കേട്ടോ, തിരുമ്പുന്നതിന് കാര്യം ഉണ്ടാവില്ല. നല്ല പ്ലാസ്റ്റിക്കിൻ്റെ കവർ അതൊക്കെ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തേക്കാണെങ്കിൽ നമുക്ക് തിരുമ്പിയെടുക്കാനൊക്കെ നല്ല സുഖമാണ്. ഞാനങ്ങനെ തിരുമ്പിയെടുത്തോളം പിന്നെ എനിക്ക് കൂടിപ്പോയില്ല കേട്ടോ, ഒക്കെ നല്ലോണം വേറിട്ട് വേഗം കിട്ടിയിരിക്കുന്നു. മറ്റൊക്കെ ചൊറിഞ്ഞു പാവാടിൻ്റെ കാലുണ്ടാകാനു, അതല്ലെങ്കിൽ പേൻറ്റിൻ്റെ കാലുണ്ടാകാനു, അതല്ലെങ്കിൽ ഷാളെല്ലാം കൂടി കിടക്കൂ, എല്ലാം ഉണ്ടായിട്ടോ. നൈറ്റി ആണെങ്കിൽ നൈറ്റിൻ്റെ കൈയൊക്കെ ചൊറിഞ്ഞിട്ട് എന്താ പറയുക, എടുത്ത് നമുക്ക് ഉണക്കാനായിട്ട് നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നൽ. ഇപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഞാൻ തിരുമ്പുന്നതിന് ശേഷം എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. നിങ്ങളും ചെയ്ത് നോക്കാണ്ട് കേട്ടോ, എന്നിട്ടൊന്ന് അഭിപ്രായം പറയാണ്ടി. ഞാൻ ഇങ്ങനെ 3 കവർ ഇട്ടു. ഞാൻ സാധാരണ 2 കവറായിട്ടുണ്ടല്ലോ, ഇനിയിപ്പോൾ ഞാൻ 2 കവർ ഇട്ടിട്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ ഇടയിൽ ഇതിപ്പോൾ നന്നായില്ലെങ്കിൽ ഞാൻ ശശി കണ്ടാന്ന് വിചാരിച്ച് ഞാനാണ് 3 കവർ ഇടുന്നത്. കവർ എത്രത്തോളം അത്രയും നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. എന്നിട്ട് ആ 3 കവർ ഇട്ട് എടുക്കാം കേട്ടോ. ഇത് ഞാൻ പുതിയ കവർ എടുത്തിട്ടുണ്ടോ, മറ്റേ 2 ഞാൻ സ്ഥിരമായിട്ട് ഇടുന്നൊരു കവറാണ്. അപ്പോൾ 3ാമത്തെ കവറും ഞാൻ ഇടുകയാണ്. അത് പരാജയപ്പെട്ടു ഓർത്ത് വിചാരിച്ചിട്ടാട്ടോ ഞാൻ സംഗതി പറഞ്ഞു തരാണ്. ആദ്യം എന്താ പറയണ്ടേ, എൻ്റെ തന്നെ പരാജയപ്പെട്ട് വയ്ക്കുകയാണ്, ഇത് നിങ്ങൾ തന്നെ കിട്ടുന്നില്ലല്ലോ എന്ന് വയ്ക്കില്ല നിങ്ങളിനോട്. അതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ ഒരു കവർ ഇട്ട് കൊടുക്കുന്നത്. വയറ് കുറയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരോ ട്രിക്കുമായിട്ട് വരുന്നവരോടെ ഓല വയറ് മേൽക്കൊക്കെ ബാക്കിയുള്ളവർ ചോദിക്കില്ല, എന്നിട്ട് എന്തിട്ട് അതൊന്നും ഉപയോഗിച്ചിട്ട് നിങ്ങളെ വയറ് കുറയാത്തതെന്ന് പറയുന്ന പോലെ വയറും ഉണ്ടാവും ഒരുപാട്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ചോദിച്ചാളല്ലോ ഉള്ളൊരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ. ഏതായാലും നിങ്ങൾ അങ്ങനെ ചോദിക്കില്ല, ഞാൻ തിരുമ്പിയെടുത്തോളൊക്കെ അങ്ങനെ ചൊറിഞ്ഞു പോയില്ല, നിങ്ങളും ചെയ്ത് നോക്കി. അങ്ങനെ തിരുമ്പാനൊക്കെ ഇട്ട് ചായയൊക്കെ കുടിച്ചതിന് ശേഷമാണ് ഇതാ പൊന്നു വന്നിക്കുന്നത്. നമുക്ക് സാരി കൊടുത്തെടുക്കണം എന്നാണ് കേട്ടോ, കോളേജിൽ ഓണപ്പരിപാടിയൊക്കെ ഉണ്ട്, അങ്ങനെ സാരിയൊക്കെ കൊടുത്തെടുത്തിക്കുന്നത്. പിന്നെ വളയൊക്കെ ഇടാൻ കേട്ടോ. ഓണത്തിൻ്റെ പരിപാടിയൊക്കെ കോളേജിൽ സ്കൂളൊക്കെ ഉണ്ടെങ്കിൽ മക്കൾ ഇങ്ങോട്ടേക്ക് കേട്ടോ സാരി കൊടുത്തെടുക്കാൻ വേണ്ടി വരൽ. ഇപ്പം എല്ലാവരെയും കല്യാണമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് സാരി കൊടുക്കാനൊന്നും വരില്ല. അപ്പോൾ ഇവള് മാത്രമാണ് കേട്ടോ വന്ന് ഇപ്രാവശ്യം. മുത്തോനും മുന്നൊക്കെ ഇവിടെ സാരി എടുത്ത് ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തോളം പോയി ഇങ്ങനെ ആയിരുന്നു ഇങ്ങോട്ടൊന്ന് കഴിച്ചു. പിന്നെ ചുരിദാറിട്ട് പോലെയാണ് സാരി എടുത്തിട്ട് നടക്കാനാവായിട്ട് ഫസ്റ്റ് കൊടുക്കുന്നവർക്ക് അങ്ങനെ എന്തോ ഒരു പുറത്തേടാണല്ലോ. അത് തന്നെയല്ല, ഞാൻ സാരി എടുത്തിട്ട് ഓലിനൊക്കെ നോക്കുന്നവർ കളിയാക്കുന്നോ എന്തെന്നോ നിൽക്കുന്നൊക്കെ ഉള്ളൊരു തോന്നലാണ്. ഇങ്ങനെ പ്രാവശ്യം അവൾ ഉടുത്തിയിലിട്ടു. ആ ഉടുത്തോൾ ബസ് സ്റ്റോപ്പിൽ പോയാണ് തിരിച്ച് ഇവിടെ വന്ന് കഴിച്ചത് ചുരിദാറിട്ടാണ് അവൾ പോയത്. ഇവരൊക്കെ ഇവിടുത്തെ പോയിക്കുകയാണെങ്കിൽ അതുകൊണ്ട് തന്നെ പോയി തിരിച്ച് വരികയും ചെയ്യും കേട്ടോ. എനിക്ക് സാരി ഉടുത്തെടുക്കാനും ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ ഉടുക്കാനും ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ആ ഇഷ്ടമല്ല, ആദ്യമൊക്കെ നല്ലോണം സാരി ഉടുക്കലും ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ചുരിദാറും പർദ്ദയും മാത്രമാണ് ഉണ്ടല്ലേ. അങ്ങനെ പൊന്നിന് സാരിയൊക്കെ കൊടുത്തോളെ പറഞ്ഞേക്കുകയും ചെയ്ത് നമ്മൾ തിരുമ്പാട്ടതൊക്കെ 2 വട്ടം കറക്കി ഞാൻ അതും കഴിഞ്ഞിട്ടോ. ഇനി അത് ഞാൻ ഇതിൽ നിന്ന് ഇങ്ങോട്ട് എടുത്ത് വെക്കാൻ കേട്ടോ. അതിൽ വെള്ളം ഒഴിവാക്കിയിട്ട് വേറെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല. നല്ലോണം സോപ്പിൻ്റെ പതമുണ്ട്, അപ്പോൾ അത് ഏതായാലും വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അത് പിഴിഞ്ഞെടുക്കുക കേട്ടോ. അല്ലാണെങ്കിൽ അങ്ങനെ അയക്കും ചോറൊന്നും ഇല്ല അതിനില്ല. അപ്പോൾ നല്ല വെള്ളമാണ്, സോപ്പിൻ്റെ പതയാണ്. അപ്പോൾ കർട്ടനൊക്കെ ഒന്ന് കഴിച്ച് ഞാൻ ഇതിലിട്ട് ഇങ്ങനെ പുതിർത്തി വെക്കണം വിചാരിക്കുകയാണ്. ഇത് 5-6 മണിക്കൂർ കർട്ടൻ ഇരട്ടിച്ചെങ്കിൽ കർട്ടനുള്ള ചേറൊക്കെ പോയി കിട്ടുകയും ചെയ്യും. കർട്ടനൊക്കെ നല്ലോണം പൊടികളൊക്കെ ഉണ്ട്. ഞാൻ വന്നതിന് ശേഷം കഴിച്ചില്ല, തിരുമ്പിയില്ല. വന്നപ്പോൾ അതിൻ്റേതായ പൊടികളൊക്കെ അതിലുണ്ടാകുമല്ലോ. ഇതൊക്കെ കാക്കേൻ്റെ തുണികളും ഷർട്ടും അതുകൊണ്ട് എൻ്റെ ഒരു വെള്ള ചുരിദാറുണ്ട്, അതെല്ലാം കൂടിയാണ്. ഇതൊക്കെ ഞാൻ അൾമാരയിൽ മടക്കി വെക്കുകയാണെങ്കിൽ വെളുത്തേക്ക് എന്നെ മാറ്റി വെക്കും. അതുകൊണ്ട് തിരുമ്പ് നേരം വെളുത്തേക്ക് എന്നെ ഒന്നായിട്ട് തിരുമ്പും. അങ്ങനെയൊക്കെ ആയിട്ട് തിരുമ്പിയെടുക്കൽ. അതുകൊണ്ട് ഒന്നായിട്ട് ഇങ്ങനെ പൊന്നിച്ചെടുത്ത് കൂറ കറിയൊക്കെ ഉണ്ടാണ് ഒന്നായിട്ട് തിരുമ്പേണ്ടി വന്നത്. പിന്നെ ഈ കൂട്ടത്തിൽ നിസ്കാരക്കുപ്പല്ലേ കേട്ടോ, അത് ഞാൻ വേറെ തിരുമ്പിയതാണ്. ഇത് കണ്ടോ നിങ്ങൾ, ഞാൻ വാഷിംഗ് മെഷീനിൽ ഓരോന്നും ഇങ്ങനെ എടുക്കുന്നത് പിടിച്ച് വലിച്ചൊന്നും പിടിവലിയൊന്നും കൂടാണ്ടാണ് ഞാൻ എടുക്കുന്നത്. വേഗം എടുക്കാനും കിട്ടുന്നുണ്ട്, അതുകൊണ്ട് പിഴിഞ്ഞ് അതിലൊക്കെ കിട്ടുകയും ചെയ്യുന്നുണ്ട്. മറ്റേക്ക് എത്രയോ അനുഭവം ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഒരേന്ന് വേദനയൊക്കെ വരലുണ്ട്. ഇങ്ങനെ പിടിച്ചാൽ ഇങ്ങോട്ട് എടുക്കുമ്പോൾ കുറേ തിരുമ്പാനൊക്കെ ഇടുമ്പോൾ എന്തായാലും എങ്ങനെയെങ്കിലും ചൊറിഞ്ഞ് കുടുങ്ങിപ്പോയിട്ടുണ്ട്. പാവാടയൊക്കെ ഇട്ടിട്ട് പറയുകയും വേണ്ട, പാവാടൻ്റെ കയറുണ്ടാകുമല്ലോ, അതിങ്ങനെ കെട്ട് കുടുങ്ങി എല്ലാം കൂടി കഴിച്ചെടുക്കുമ്പോഴൊക്കെ നേരായിട്ട് വെളുത്തുമല്ലാണ്. നിങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ. എല്ലാവരും പോലും വാഷിംഗ് മെഷീൻ ഉണ്ടാകുമല്ലോ, എല്ലാവരും ഈ കാര്യത്തിൽ ബുദ്ധിമുട്ടാകുന്നവരുണ്ടാകും. പിന്നെ ഈ ട്രിക്ക് എല്ലാവർക്കും അറിയെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം കേട്ടോ, ആരോ ചെയ്ത് നോക്കിയെങ്കിൽ. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ. നമ്മൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിരിക്കണത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു. ആ വീഡിയോ കണ്ടെടുക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിച്ചാൽ കേട്ടോ. നിങ്ങളോട് മറന്നു പോണതാണ്, നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമില്ലായിട്ടില്ല, ഒക്കെ മറന്നു പോണതാണല്ലേ. ആയിക്കോട്ടെ, വീഡിയോ കണ്ടെടുക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ആകുന്നത് കേട്ടോ. ഞാൻ പിന്നെയും ഇങ്ങനെ പറയുന്നത്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ നോക്കുക. പിന്നെ ഈ ഷർട്ടിൻ്റെ കോളർ ഞാൻ ഒന്നുകൂടി ഇവിടുന്ന് ഒരുതി വെക്കാം കേട്ടോ. കല്ലുമ്മ വെച്ച് തിരുമ്പേണ്ട ആവശ്യമൊന്നുമില്ല. ഉപയോഗിച്ച ഷർട്ടൊന്നുമല്ലല്ലോ, ഞാനൊന്ന് മടക്കി വെക്കാൻ വേണ്ടിയിട്ട് അൾമാറിൽ നിന്ന് എടുത്ത് ഒഴിവാക്കിയപ്പോൾ ഒന്ന് എന്താ പറയേണ്ടത്, സോമ്പൊഴിയിട്ട് അട്ടും കൊണ്ടും കറക്കിയെടുത്തൊന്ന് ഒലിമ്പി ചിക്കി വെക്കാന്നേ ഉള്ളൂ. അങ്ങനെ അതാ ഞാൻ എത്ര ഈസി ആയിട്ടത് വാഷിംഗ് മെഷീനിൽ നിന്ന് എടുക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ. ഇതോടൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നമ്മൾ തിരുമ്പി വെക്കാൻ കേട്ടോ. സോമ്പൊടി ഇത്തിരി കൂടി പോയത് കൊണ്ട് നല്ല പതമുണ്ട്. അതുകൊണ്ട് ഈ സോമ്പൊടി ഞാൻ വേസ്റ്റ് ആക്കൂല. സോമ്പൊടി അല്ല കേട്ടോ, ലിക്വിഡ് അതിന് ഉപയോഗിച്ച്
തിരുമ്പിയൊക്കെ എടുത്ത് ബക്കറ്റിൽ ഇട്ടിരിക്കുന്നതിന് കുളിമുറി കൊണ്ടുപോയി കുറഞ്ഞ വെള്ളത്തിൽ അത് ഒലിമ്പിയിട്ട് അപ്പോൾ ആദ്യം വെള്ളം എല്ലാം കൂടി ഇതും വാഷിംഗ് മെഷീനിലൊക്കെ ഒഴിച്ചു കൊടുക്കും. എന്നിട്ടാണ് കേട്ടോ കർട്ടൻ പുതർത്തിടാൻ. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തട്ടോ. എല്ലാവരും പ്രത്യേകം ദുആയിൽ ഉൾപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.